നമസ്കാരം. ജൂൺ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് നാളെ ജൂൺ 29 ജൂൺ 29 ഞായറാഴ്ച ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. നാളെ ഇവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും നാളെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനുകൂലമായതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മി എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. നാളെ പ്രത്യേകിച്ചും അനുകൂലമായ കാര്യങ്ങൾ തേടിയെത്തുന്ന ആദ്യത്തെ രാശി കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ന്യായമായ ആവശ്യങ്ങൾ നടക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് നാളെ. സ്വാശ്രയ തൊഴിലുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നഷ്ടം വരാതെ നോക്കേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ദുഷ്പ്രലോഭനങ്ങളെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. ചിലരുടെ സഹായം ആവശ്യപ്പെടാതെ തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ പിന്നീട് ഇത്തരത്തിൽ ലഭിക്കുന്നതായ ചില സഹായങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നാം. അതിനാൽ സഹായം ശരിയായ രീതിയിലുള്ള വ്യക്തിയിൽ നിന്നും സ്വീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. പല കാര്യങ്ങളിലും അല്പം ആശ്വാസം വന്നു ചേരാം. കാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. പരിശ്രമങ്ങൾ വിജയം കാണാം. പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട് എങ്കിലും പ്രായോഗിക ബുദ്ധിയാൽ പല കാര്യങ്ങളെയും മറികടക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. തൊഴിൽപരമായി അനുകൂലമായ ഒരു സമയം തന്നെയാകുന്നു. കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള ചില വഴികൾ തെളിഞ്ഞു എന്ന് വരാം. ആഡംബരപൂർണമായ ചില ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ബന്ധുഭവനം സന്ദർശിക്കുക, കൂടാതെ വീട്ടിലേക്ക് അതിഥികൾ വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, പങ്കാളിയുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ, യാത്രകൾ വന്നു ചേരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ്. എന്നാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുകയും ധനനഷ്ടത്തിന് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. മാനഹാനി പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാണ്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന ദിവസം തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കാവുന്നതാണ്. ഇന്നേ ദിവസം സൂര്യദേവനെ ഭജിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. രോഗദുരിതങ്ങളാൽ വലയുന്നവർക്ക് അല്പം ആശ്വാസം ലഭിക്കാവുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. രോഗക്ലേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം വന്നു ചേരും. ആരോഗ്യപരമായ അല്പം ഉയർച്ച വന്നു ചേരാം. ദൗത്യങ്ങൾ പലതും വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് ഇന്നേ ദിവസം ആശ്വാസം ലഭിക്കുന്നതായ കാര്യങ്ങൾ വന്നു ചേരാം. പൊതുവിൽ അമിത ഭാരം ഇന്നേ ദിവസം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക. പല കാര്യങ്ങളിലൂടെയും മുടക്കിയ ധനം തിരികെ ലഭിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ചർച്ചകൾ, തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പഴയ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല പ്രവർത്തനങ്ങളിലും ആലസ്യം കടന്നു വരാം എങ്കിലും പല സമ്മർദ്ദങ്ങളാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രവൃത്തി അനുകൂലമായി തീരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക.
യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചെറിയ യാത്രകളാണ് എങ്കിലും സംഭവിക്കാം. ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൂടുതലായി കാര്യങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. കലാരംഗത്തുള്ളവർക്കും അവസരങ്ങൾ വന്നു ചേരും. കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ഒപ്പിടാൻ പാടൂ അല്ലെങ്കിൽ വാക്കു കൊടുക്കാൻ പാടൂ എന്ന കാര്യം ഓർക്കണം. അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളിലും ഉദാര സമീപനം നിങ്ങൾ പുലർത്തുന്നുണ്ട്. അത് ചൂഷണം ചെയ്യാൻ ഇടപെടാൻ, അത്തരം കാര്യങ്ങൾ ചൂഷണത്തിന് ഇടയാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ആ കാര്യത്തിൽ അല്പമൊന്ന് ജാഗ്രത പുലർത്തണം. ധനനിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടും അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. കൂടാതെ വിദേശത്തുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക, തൊഴിൽപരമായ ആശ്വാസങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജീവിത പങ്കാളിയിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ വന്നു ചേരാം. കാര്യസാധ്യത്തിന് ഇത് കാരണമാവുകയോ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിവർത്തിച്ച് നൽകുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ച് നൽകുവാൻ സാധിക്കും. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലം തന്നെയാണ്. രോഗദുരിതങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാക്കി തീർക്കുവാൻ കഠിനമായ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെയും സൂര്യദേവനെയും ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ലക്ഷ്യപ്രാപ്തി നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. എന്നാൽ അതത്ര എളുപ്പമാകും എന്നില്ല. എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അസാധ്യമാണ് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. പരിശ്രമങ്ങൾ വിജയം കാണുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പുതിയ പങ്കാളികളെ നിങ്ങൾക്ക് ചേർക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇതെല്ലാം വളരെ കരുതലോടെ ചെയ്യേണ്ടതായ സാഹചര്യമാണ് വന്നു ചേരുക. വിദേശ യാത്രയ്ക്കുള്ള ചില മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ സാധിക്കും. കൂടാതെ സദുദ്ദേശത്തോടെ പറയുന്നതായ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാകും എങ്കിലും ചില കാര്യങ്ങളിൽ അമളി പിണയുവാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. കരുതൽ വേണം എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ശുഭം. മക്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാൻ സാധിക്കും. കൂടാതെ പല കാര്യങ്ങളിലും സമ്മിശ്രമായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. ലഘു പ്രയത്നത്താൽ ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ മാത്രം ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നതായ ഒരു ദിവസമായി മാറാം. ഗാർഹിക സൗഖ്യം വന്നു ചേരാം. കൂടാതെ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചോ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കും. മുൻകൂട്ടി തീരുമാനിച്ച ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നേ ദിവസം ആലസ്യം അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ നിരാകരിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ദുഷ്പ്രേരണകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുവാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ് എങ്കിലും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടാതെ സൂര്യദേവനെ ആരാധിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാണ്. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. പ്രവൃത്തികളിൽ സാമാന്യമായ വിജയങ്ങൾ വന്നു ചേരാം. കലാരംഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സഹകരണം പല കാര്യങ്ങളിലും ദൃശ്യമാകുന്ന ദിവസമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും അനാവശ്യ തിടുക്കം, ആകാംക്ഷ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ആ കാര്യം പ്രത്യേകം ഓർക്കണം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും അനൈക്യ സാഹചര്യങ്ങൾ ഉള്ളതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. കച്ചവടത്തിലോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിലോ തൃപ്തിക്കുറവ് വന്നു ചേരാം. എന്നാൽ അത് ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ മടുപ്പ് അനുഭവപ്പെടാവുന്നതാണ്. ചില കാര്യങ്ങളാൽ അലച്ചിൽ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ചില അനാവശ്യമായ കാര്യങ്ങൾക്ക് അഥവാ അധിക ചിലവ് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്.
എന്നാൽ കുട്ടികളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം വരുമാനം ലഭിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. വീടുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വളരെയധികം കാണാൻ ആഗ്രഹിച്ച ചില വ്യക്തികളെ, സുഹൃത്തുക്കളെ കണ്ടെത്തുവാൻ സാധിക്കും. ധനപരമായ കാര്യങ്ങൾ തൃപ്തികരമാക്കി തീർക്കുവാൻ ചില ശ്രമങ്ങൾ കൊണ്ട് നടക്കുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം പൊതുവിൽ പിന്തുണ കൈവരിക്കാൻ സാധിക്കുന്നതായ സമയമാണ്. തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ കൈവരാം. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. ഇന്നേ ദിവസം വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതുമാണ് ഏറ്റവും ശുഭം. കൂടാതെ ഇന്നേ ദിവസം സൂര്യദേവനെ ആരാധിക്കുകയും ചെയ്യുക. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് അനുകൂലം തന്നെയാകുന്നു.